തനിമ വിളങ്ങും നാട്, മേളത്തിൽ പെരുമയൊരുങ്ങും നാട്, നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിനുറുക്കി കഥകളിതൻ മുദ്ര വിടത്തി കളിയാടും കലയുടെ വീട്. മലയാള തനിമ വിളങ്ങും നാട്, മേളത്തിൽ പെരുമയൊരുങ്ങും നാട്, നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലുടുക്കി കഥകളിതൻ മുദ്ര വിടത്തി കളിയാടും കലയുടെ Gari gari gari
കർഷകരുടെ സ്വന്തം നാട്. ശ്രീരാമ സോദരനെന്നും ശ്രീയേകി വാണരുളും സ്നേഹാദരങ്ങൾ നിറയും സുന്ദര നാട്. കാവ്യത്തിൻ കളിവീട്, നടനത്തിൻ നറുകൂട്, നൃത്തത്തിൻ നലനാട്, സംഗീത തറവാട്, വരദാനങ്ങൾ അരുളുന്ന നാട്. മലയാളത്തനിമ വിളങ്ങും നാട്, മേളത്തിൽ പെരുമയൊരുങ്ങും നാട്. അളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്ര വിടർത്തി കളിയാടും കലയുടെ കളിയാടും കലയുടെ അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ. കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടില് തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ. മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൻ ചൂടില്ലാർന്നേ. തീവെട്ടി കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ. ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ. ഒരു കണ്ണു കലങ്ങി മറിഞ്ഞ ഓടിവരാൻ പലരുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയുടെ വഴി നൂറുണ്ടാർന്നേ. 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോ ചൊല്ലിൻ വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറുമൊരു കനവാർന്നു. ആ നാട് മരിച്ചേ പോയോ, അത് വെറുമൊരു കനവാർന്നു. ഇന്നലകളിൽ നിന്നും ഇന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കിളികളുടെ കളകളാരവും ഹരിതകേരളവും ഏതൊരു മലയാളിയും ഗൃഹാതുരത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ ആ നല്ല ബാല്യകാല സ്പന്ദനങ്ങളെ ഓർത്ത് ആരാണ് പുളകം കൊള്ളാത്തത്? ഇന്നത്തെ തലമുറയ്ക്ക് ആ കാലം അന്യം നിന്നുകൊണ്ടിരിക്കുന്നു. മതേതരത്വവും മാനവികതയും വാനോളം ഉയർന്നിരുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് ഓരോ പ്രവാസി ഹൃദയത്തിലും തങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ആ നാടിന്റെ നന്മകളെ തിരികെ പിടിക്കുവാൻ ഇന്നിവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏവർക്കും പ്രതിഭാ സാംസ്കാരിക വേദി അണിയിച്ചൊരുക്കുന്ന കലയുടെ പെരുന്നാൾ നിലാവിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുൻപായി കുവൈറ്റ് അപകടത്തിൽ മരണപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളേവരും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ മൊബൈൽ ലൈറ്റ് ഓണാക്കി
ഈ അനുശോചനത്തിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വന്തം കുടുംബങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച് പ്രവാസ ജീവിതത്തിൽ പ്രവേശിച്ച 45 പേർ ഓരോ നിമിഷവും തങ്ങളുടെ ഉറ്റവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിച്ചവർ, കാലം കാത്തുവച്ച തീക്കടലുകൾ താണ്ടി ഒടുവിൽ അഗ്നിയിൽ തങ്ങളെ തന്നെ വീണ്ടും ശുദ്ധി ചെയ്തവർ, നിങ്ങളുടെ ഓർമ്മകൾക്ക് മുൻപേ ഹൃദയപൂർവ്വം ഞങ്ങൾ കൈകൾ കൂപ്പുന്നു. നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ വീരമൃത്യു വരിച്ച സൈനികർക്കും നമ്മെ വിട്ടുപിരിഞ്ഞ പ്രതിഭാ മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കും കുവൈറ്റ് അപകടത്തിൽ പൊലിഞ്ഞമർന്നവരുടെയും ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ പ്രതിഭാ സാംസ്കാരിക വേദിയുടെ ആദരാഞ്ജലികൾ. ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഈ മെഗാ ഷോയുടെ യാത്രയെ ധന്യമാക്കുവാൻ ഒരു കൂട്ടം കലാകാരന്മാർ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഈ പ്രവാസി ജീവിതത്തിന്റെ ജോലി തിരകൾക്കിടയിലും ഇതിനായി സമയം മാറ്റിവെച്ച കലാകാരന്മാരോടൊപ്പം തന്നെ ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും കടന്നു വന്ന് ഈ പ്രോഗ്രാമിനെ മനോഹരമാക്കുന്നതിനും നിരവധി സമ്മാനങ്ങൾ നേടുവാനും അവസരമുണ്ട്. ഈ യാത്രയുടെ അവസാനം കൈനിറയെ സമ്മാനവും മനസ്സു നിറയെ സന്തോഷവുമായി മടങ്ങുവാൻ നിങ്ങളേവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെരുന്നാൾ നിലാവ് 2024 മെഗാ ഷോയിലേക്ക് സ്വാഗതം പറയുന്നതിലേക്കായി പ്രതിഭാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് സഖാവ് സജീവ് കടകശ്ശേരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രതിഭാ സാംസ്കാരിക വേദി എന്ന സംഘടനയുടെ അമരത്ത് കഴിഞ്ഞ 10 വർഷക്കാലം പ്രവർത്തിക്കുകയും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നല്ല മാർഗനിർദ്ദേശിയായി നിൽക്കുന്ന പ്രതിഭാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് സഖാവ് സജീവ് കടകശ്ശേരിയെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രതിഭാ സാംസ്കാരിക വേദിയുടെ വനിതാ കൺവീനർ രമ്യ ശ്യാം, ഇവിടെ എത്തിയിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, 2024 പെരുന്നാൾ നിലാവ് പ്രതിഭാ സാംസ്കാരിക വേദി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2023 നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയ നല്ലൊരു പ്രോഗ്രാം നിങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യവും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ ഇത്രയും നല്ലൊരു വിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഈ പ്രോഗ്രാം നല്ലൊരു കൈകളിലെത്തി പ്രതിഭാ സാംസ്കാരിക വേദിയുടെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അതിന് നേതൃത്വം ഞങ്ങൾ നൽകി. ആ നേതൃത്വം പ്രതിഭാ സാംസ്കാരിക വേദിയുടെ മീഡിയ കൈകാര്യം ചെയ്യുന്ന, അതുപോലെ തന്നെ പ്രതിഭാ സാംസ്കാരിക വേദിയുടെ എക്സിക്യൂട്ടീവ് അംഗവും സാംസ്കാരിക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ശ്രീരാജിനി, അവരെ കൂട്ടത്തിൽ സഹായിയായിട്ട് നിലാനക്ഷത്രയുടെ ഏറ്റവും ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന എല്ലാ അംഗങ്ങളും അതിൽ പങ്കാളികളായിട്ട് കൊണ്ട് തന്നെ ശ്യാം, മാത്യു, ശരത്ത്, ആഷിർ, ഇവരൊക്കെ അതിനൊരു പിന്താങ്ങായി കൊണ്ട് തന്നെ ഇവിടെ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത്. ഈ പ്രാവശ്യവും ഞങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെ ഈ പ്രോഗ്രാം ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്ന് നൽകിയിട്ടുള്ള ഈ അവസരം നിങ്ങളെല്ലാവരും ഭംഗിയായി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വിവിധ സംഘടനാ പ്രതിനിധികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഖ്യ പ്രമുഖരായിട്ടുള്ള അംഗങ്ങളെ, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ 2024 പ്രതിഭാ സാംസ്കാരിക വേദി ഒരുക്കുന്ന ഈ പരിപാടിയിലേക്ക് ആർദ്രമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.